നാഷണൽ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുകയാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയങ്ങൾക്ക് കാരണം? എന്താണ് ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു കാരണം? ഈ ഇടയ്ക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഗൗനിച്ചില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. ആ മഹാപഞ്ചായത്തിലെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം എല്ലാവരുടെയും അടുത്ത് ഇല്ലുന്നു. എന്നാൽ അദ്ദേഹം എല്ലാ നേതാക്കളെയും തൊഴുകയും കൈ കൊടുക്കുകയും വിഷ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ശശി തരൂരിന്റെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാനോ വിഷ് ചെയ്യാനോ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം രാഹുൽ ഗാന്ധി ശശി തരൂർ ഒഴികെയുള്ള എല്ലാ നേതാക്കളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ശശി തരൂർ കോൺഗ്രസ് വിട്ടേക്കുമെന്ന വാർത്തകളൊക്കെ വരുന്നത്. മുൻപേ പറഞ്ഞ പോലെ ഇന്ന് കോൺഗ്രസിലുള്ള ഏറ്റവും വലിയ ശക്തനായ ഒരു ദേശീയ നേതാവാണ് ശ്രീ ശശി തരൂർ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 4 തവണ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം മത്സരിച്ചില്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം BJPയുടെ കയ്യിലിരുന്നേനെ. കാര്യം അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദങ്ങളുണ്ട്. അദ്ദേഹം ഒരു ദേശീയ നേതാവെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഇന്റർനാഷണൽ നേതാവാണ്. അതായത് അന്താരാഷ്ട്ര നേതാവ്, ലോകമൊത്തം അറിയപ്പെടുന്ന നേതാവ്. മുമ്പ് നമ്മുടെ എല്ലാം പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് മുതൽ അദ്ദേഹം അന്താരാഷ്ട്ര ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. 1956 ജനനം, UK ജനിക്കുന്നത്, പഠിച്ചതെല്ലാം വിദേശത്താണ്. ചന്ദ്രൻ തരൂരിന്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. 1975 ചരിത്രത്തിൽ BA നേടി. സെന്റ് സ്റ്റീഫൻ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. പിന്നെ ശേഷം 1977 ട്യൂഫ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടി. ഇന്റർനാഷണൽ റിലേഷൻസിലാണ് അദ്ദേഹത്തിന് ബിരുദാനന്തര ബിരുദം നേടിയത്. പിന്നെ അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് PhD 1978 അദ്ദേഹം നേടുന്നുണ്ട്. ഫ്ലെച്ചർ സ്കൂൾ ഓഫ് സ്റ്റഡീസിൽ നിന്നുമാണ് അദ്ദേഹം നേടുന്നത്. ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം PhD നേടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും 22 വയസ്സ് മാത്രമാണ്. 1978 മുതൽ 2007 വരെ അദ്ദേഹം UN പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ 2006 മുതൽ 2007 വരെ അദ്ദേഹം UN അണ്ടർ സെക്രട്ടറി ജനറലുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് 2007. എന്നാൽ ബാൻ കി മൂണിനോട് അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. ഞാൻ പഠിക്കുന്ന കാലത്താണ് ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു പത്രത്തിൽ ഇങ്ങനെ ഒരു മലയാളി മത്സരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ വാർത്ത നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം പരാജയപ്പെട്ടു. എന്നാൽ ഒരു മലയാളി ഇത്ര വലിയ നിലയിൽ എത്തിയോ എന്നൊരു ചിന്തയായിരുന്നു അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം UN വിട്ടു. 2009 കോൺഗ്രസിൽ ചേർന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കന്നി അംഗത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയ വിജയമാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം ഒരു IPL ടീമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പറഞ്ഞ ടീം. അതായത് നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിൻ്റെ ഒരു IPL ടീം അത് യഥാർത്ഥത്തിൽ സ്വപ്നങ്ങളിൽ മാത്രമുള്ള കാര്യമാണ്. അന്നത്തെ കാലത്താണെങ്കിലും ഇന്നത്തെ കാലത്താണെങ്കിലും അത് പ്രാവർത്തികമാക്കുക എന്നത് വലിയ പാടുള്ള കാര്യമാണ്. കാര്യം എല്ലാ സിറ്റികളും ഈ IPL ടീമിന് പിന്നാലെയാണ്. അല്ല, IPL ടീമുകളും ഉത്തരേന്ത്യയിലെ സിറ്റികൾ അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യയിലെ സിറ്റികൾ കേന്ദ്രീകരിച്ച് IPL ടീം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. മാത്രമല്ല BCCIക്കും മറ്റ് ടീമുകൾക്ക് IPL ടീം നൽകാനാണ് താല്പര്യം. അതായത് നമുക്ക് സ്വപ്നം കാണാൻ മാത്രമേ സാധിക്കുള്ളൂ IPL ടീം. ആ ഒരു സ്വപ്നം പ്രാവർത്തികമാക്കി 2011 IPL ടീമിലൂടെ ഒരു വർഷം കേരളത്തിന് ഒരു IPL ടീം ഉണ്ടായിരുന്നു. അതായിരുന്നു കൊച്ചി ടസ്കേഴ്സ് കേരള. അതിന് പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ആ ഒരു ടീം കേരളത്തിലേക്ക് വരാൻ നേതൃത്വം വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ശശി തരൂർ. ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. നല്ലൊരു സ്പോർട്സ്മാനും കൂടി. 3 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിവാഹം 1981 തിലോത്തമ മുഖർജിയാണ് അദ്ദേഹത്തിൻ്റെ പത്നി. അതിനുശേഷം അവരെ ഡിവോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ വിവാഹബന്ധം ഏർപ്പെടുത്തി. പിന്നീട് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് 2007 ക്രിസ്റ്റ ഗ്ലസ് എന്നൊരു സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമുണ്ടായി. 2010 അദ്ദേഹം വീണ്ടും വിവാഹം കഴിക്കുന്നു. കശ്മീരി സ്വദേശിയായ സുനന്ദ പുഷ്കറിനെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അവർ 2014 സുനന്ദ പുഷ്കറുമായുള്ള വിവാഹം ഇച്ചിരി വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. ഇച്ചിരി നല്ല ഒത്തിരി വിവാദങ്ങൾ നിറഞ്ഞായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന ടീം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇവർ വിവാഹിതരാകുന്നു. അതിനുശേഷം ടീം ഇല്ലാതാകുന്നു. പിന്നീട് ഹോട്ടൽ മുറിയിൽ മരിച്ച രീതിയിൽ കണ്ടെത്തുകയായിരുന്നു സുനന്ദ പുഷ്കറിനെ. ഈ ഒരു മരണം അദ്ദേഹത്തിന് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. അത് തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു. 2014 നേരിയ വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. ശ്രീ O രാജഗോപാലുമായുള്ള ക്ലോസ് ഫൈറ്റിംഗ്. ഇന്നും ആ മരണകാരണം വ്യക്തമല്ല. ആ മരണത്തെ ദുരൂഹതകൾ ഇന്നും പുറത്തു വന്നിട്ടില്ല.
ആ മരണം അദ്ദേഹത്തിന് വലിയൊരു ഡാമേജാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല 2014 അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്ത് MP ആവുകയാണ്. ആ സമയത്ത് BJPയുടെ സമുന്നതനായ നേതാവ് ശ്രീ O രാജഗോപാലിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം MP ആകുന്നത്. അതൊരു ടൈറ്റ് മത്സരമായിരുന്നു. അവസാന റൗണ്ട് വരെ O രാജഗോപാലായിരുന്നു മുന്നിൽ. തീരദേശ മേഖല എണ്ണിയപ്പോൾ മാത്രമാണ് ശശി തരൂരിന് ലീഡ് നേടാനായത്. 2019 വീണ്ടും അദ്ദേഹം MP ആകുന്നുണ്ട്. ആ സമയത്ത് വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. സർവേകളെല്ലാം പറഞ്ഞ കുമ്മനം രാജശേഖരൻ വിജയിക്കുമെന്നാണ്. എന്നാൽ ശ്രീ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി വീണ്ടും ശശി തരൂർ MP ആവുകയാണ് ചെയ്തത്. മിക്ക സർവേകളും പറഞ്ഞത് ശ്രീ കുമ്മനം രാജശേഖരൻ വിജയിക്കുമെന്നാണ്. എന്നാൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ശശി തരൂർ വീണ്ടും MP ആവുകയാണ് ഉണ്ടായത്. ചെറിയ ചെറിയ വിഷയങ്ങൾ കോൺഗ്രസുമായി ഉണ്ടാകുന്നു. 2 ടൈം കോൺഗ്രസിന് ഭരണം ലഭിച്ചിട്ടില്ല. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. എന്നാൽ പരാജയമാണ് ഉണ്ടായത്. അതായത് ഗാന്ധി കുടുംബത്തെ വെല്ലുവിളിച്ചാണ് അദ്ദേഹം അന്ന് ആ ഒരു മത്സരത്തിന് ഏർപ്പെട്ടത്. സാധാരണ കോൺഗ്രസ്സിൽ എല്ലാം ഗാന്ധി കുടുംബമാണ്. അവിടുത്തെ ആ ഒരു നെപ്പോട്ടിസമാണ് ആ ഒരു കോൺഗ്രസ് എന്ന പാർട്ടി മുന്നോട്ട് കൊണ്ടുവന്നത്. അതിനെ ഇദ്ദേഹം വെല്ലുവിളിച്ചു. കുറേ നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു തിരുത്തൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയായിരുന്നു. തരൂര്, ശ്രീ ഗുലാം നബി ആസാദ്, പിന്നെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, അങ്ങനെ ഒരു കൂട്ടം നേതാക്കളെല്ലാം കൂടെ ചേർന്ന് കോൺഗ്രസിനെ തിരുത്താൻ നോക്കി. എന്നാൽ അത് നടന്നില്ല. മിക്കവരും കോൺഗ്രസിന് പുറത്തു പോവുകയാണ് ഉണ്ടായത്. അതായത് ഗാന്ധി കുടുംബത്തിനെതിരെ ആരെങ്കിലും ശബ്ദം ഉന്നയിച്ചാൽ പാർട്ടി നീക്കിയത് ദുഷ്കരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രക്ഷിക്കാൻ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് G23. അങ്ങനെ ഈ കലാപം ഉയർത്തിയ മിക്ക നേതാക്കളും പാർട്ടിക്ക് പുറത്തുപോയി. അമരീന്ദർ സിംഗ് പുറത്തുപോയി, ഗുലാം നബി ആസാദ് പുറത്തുപോയി, പുതിയ പാർട്ടി ഉണ്ടാക്കി. ഇദ്ദേഹത്തിനും അത് തന്നെയാണ് സംഭവിച്ചത്. ഇവർക്കെതിരെ ഗാന്ധി കുടുംബത്തിനെതിരെ പ്രതികരിച്ചു. ഇപ്പോൾ വലിയ പ്രശ്നത്തിലായി. പിന്നീട് 2024 ലോക്സഭാ ഇലക്ഷനിൽ വീണ്ടും അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ആ സമയത്ത് പാർട്ടിക്ക്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹമല്ലാതെ വേറെ ആര് നിന്നാലും ജയിക്കില്ല. കാര്യം അപ്പുറത്ത് നിൽക്കുന്നത് വലിയ നേതാവായ രാജീവ് ചന്ദ്രശേഖരനാണ്. കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ വേറെ ആര് നിന്നാലും ജയിക്കില്ലായിരുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ വീണ്ടും ശശി തരൂരിന് സീറ്റ് കൊടുത്തു. അവിടെയും 2014 O രാജഗോപാലുമായ മത്സരം പോലെ തന്നെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അവസാനം 4 റൗണ്ടിലും അവസാനം വരെ മുന്നിട്ട് നിന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരാണ് നഗരമേഖലകളിൽ. എന്നാൽ തീരദേശം വേണ്ടിയപ്പോൾ വീണ്ടും ശശി തരൂർ മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം വീണ്ടും വിജയിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. കോൺഗ്രസിനെ വെട്ടിലാക്കി ഒരുപാട് നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ മുസ്ലിം ലീഗിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഈ ഇലക്ഷനിൽ അദ്ദേഹത്തെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിന് പോകണമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചത്. എന്നാൽ അദ്ദേഹം ഹമാസിനെതിരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അത് സത്യമാണ്. ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യമായ കാര്യം തന്നെയാണ് അത് പറഞ്ഞത്. കാര്യം ഇസ്രായേലിലെ പ്രശ്നത്തിൽ തുടക്കമിട്ടതിന് ഈ ഹമാസുകാർ തന്നെ കുറേ ടൂറിസ്റ്റുകൾ തട്ടിക്കൊണ്ടു പോകുന്നു, ബന്ദികളാക്കുന്നു. ഇത് കഴിഞ്ഞാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മീഡിയക്കാരോ അല്ല യൂട്യൂബേഴ്സ് ഒന്നും ആ കാര്യം മാത്രം പറയുന്നില്ല. പ്രശ്നത്തിൽ തുടക്കമിട്ടതെല്ലാം ഹമാസാണ്. ഹമാസ് സത്യം വിളിച്ചു പറയുന്നു. അതോടെ മുസ്ലിം ലീഗിനും അദ്ദേഹം അനഭിമതനാകുന്നു. അദ്ദേഹം ആദ്യം BJP ആയിട്ടാണ് ചർച്ച നടത്തിയെന്ന് കേൾക്കുന്നു. പിന്നീട് ഇടതുപക്ഷമായും ചർച്ച നടത്തി. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ എത്രത്തോളം സക്സസ് ആവും? അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത ഒരു 20-30% മാത്രമാണ്. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയം എന്നാൽ LDF UDF എന്ന ത്രയങ്ങളിൽ കറങ്ങുന്ന ഒരു രാഷ്ട്രീയമാണ്. അവിടെ LDF UDF മാത്രമേ നിലവിലുള്ളൂ. NDA കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വിനിയാകുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും LDF UDF എന്ന് മാത്രം. അപ്പോൾ LDF UDF എന്ന മുന്നണികളല്ലാതെ മറ്റ് പാർട്ടികൾക്ക് ഇവിടെ സാധ്യത വളരെ കുറവാണ്. അതിന് ഉദാഹരണമാണ് പണ്ട് കോൺഗ്രസ് വിട്ട് K കരുണാകരൻ DAC രൂപീകരിച്ചപ്പോൾ ആ DACയുടെ അവസ്ഥ. DAC രൂപീകരിച്ച മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K കരുണാകരൻ്റെ അവസ്ഥ. DAC എന്ന പരീക്ഷണം വലിയൊരു പരാജയമാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ K മുരളീധരനും പാർട്ടിയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, NDA കോടിക്കണക്കിന് രൂപ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ക്കും ഉയർന്നു വരാൻ പറ്റുന്നില്ല. അതായത് LDF UDF അല്ലാതെ മറ്റൊരു കക്ഷിക്ക് ഭരണത്തിലേറാൻ വലിയ പാടാണ് ഇവിടെ. ഇവിടുത്തെ ഡെമോക്രാഫി അങ്ങനെയാണ്, ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയാണ്. ഈ 2 പാർട്ടികൾ എത്ര കൊള്ളരായ്മ ചെയ്താലും ഈ 2 പാർട്ടികൾ ഇവിടെ വരും. ഇപ്പം നമുക്ക് NDA വിജയിപ്പിക്കാമെന്ന് വെച്ചാലും ഡെമോക്രാഫിക്കൽ ഡിസഡ്വാൻറ്റേജ് അവർക്കുണ്ട്. അതായത് ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകദേശം 56%. അത് BJPയിലേക്ക് എത്തുക അസാധ്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീ ശശി തരൂർ ഒരു പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാലും
ഒറ്റയ്ക്ക് നിൽക്കുക അസാധ്യമാണ്. എന്നാൽ 2020 ശ്രീ സാബു ജേക്കബ് ഒരു പരിധി വരെ അതിൽ വിജയിച്ചിട്ടുണ്ട്. കിഴക്കമ്പലം, ഐക്യനാട് എന്നിങ്ങനെ 2-3 പഞ്ചായത്തുകൾ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചു. പക്ഷേ 2 തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാതായി. ഏതേലും മുന്നണിയോട് കൂട്ടുകൂടണം എന്നൊരവസ്ഥയിൽ തന്നെ അവരും. ആദ്യം അവർ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെടുന്നുണ്ട്, അതും പരാജയപ്പെട്ടു. അതായത് അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലായി. ഈ ഇലക്ഷന് ശേഷം ഏറ്റവും വലിയ വിഷയം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഇലക്ഷനിൽ ഈ 2020-ക്കെതിരെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ചാണ് മത്സരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് വലിയൊരു പരാജയമുണ്ടായത്. അവർ ഒരുപാട് നല്ല സ്കീമുകൾ 2020 കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ടും അവർക്ക് എറണാകുളത്തിന് പുറത്തോട്ട് വലിയൊരു സാന്നിധ്യമാകാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിനുശേഷമാണ് അവർ NDA-യുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ശശി തരൂർ LDF-വുമായി നടത്തിയ ചർച്ച. ഒരു 17 മുതൽ 20 സീറ്റ് വരെ കൊടുക്കാമെന്ന്, അല്ലെ 17 സീറ്റ് വരെ CPI-ക്ക് തുല്യമായ സീറ്റുകൾ കൊടുക്കാമെന്ന് വാർത്തയിലൊക്കെ പറയുന്നുണ്ട്, അല്ലെ വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വന്ന ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് തുടർ ഭരണത്തിൽ എത്താൻ സാധിക്കും. ആ ഇടതുപക്ഷത്തിന് നല്ലൊരു മൂവാണ്. വേണമെങ്കിൽ ഒരു ക്ലോസ് ആണെങ്കിൽ, ഏകദേശം ഇരു പാർട്ടികൾക്ക് ഏകദേശം ഒരേ സീറ്റുകളൊക്കെ ആണെങ്കിൽ ശശി തരൂരിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാം. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ നേതാവാണ്, കഴിവുള്ളൊരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിനെ ഇവിടുത്തെ യുവജനങ്ങളിൽ മിക്കവരും അനുകൂലിക്കുകയേ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒരു കഴിവുള്ളൊരു നേതാവാണ്, ലോക അറിവുള്ളൊരു നേതാവാണ്, ഒരു ഇന്റർനാഷണൽ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും.